നമസ്കാരം. ഷെക്കൈന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. നാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്ന് പുലർച്ചെ മുതൽ കേരള സമൂഹം സാക്ഷ്യം വഹിച്ചത്. ഇസ്ലാമിക തീവ്രവാദം ഉയർത്തുന്ന ചില വെല്ലുവിളികളെ കുറിച്ച് ആശങ്ക പങ്കുവെച്ചതിന്റെ പേരിൽ പൂഞ്ഞാർ മുൻ MLA-യും മുൻ ചീഫ് വിപ്പുമായ PC ജോർജിനെ ഒരു കൊടും ഭീകരനെ പിടിക്കാനെന്ന പോലെ പുലർച്ചെ സ്വഭവനത്തിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. തുടർന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് എത്തിച്ച് അറസ്റ്റ് ചെയ്യുന്നു. കോടതി ജാമ്യം നൽകുന്നു. നിരവധി ചോദ്യങ്ങളാണ് ഈ സംഭവ വികാസങ്ങൾ കേരള സമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നത്. മത തീവ്രവാദത്തിനെതിരെ, ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശബ്ദം ഉയർത്തരുത് എന്നാണോ ഈ സർക്കാരിന്റെ നയം? മത തീവ്രവാദത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരെ മതസ്പർദ്ധ എന്ന ആരോപണം ഉന്നയിച്ച് നിശബ്ദരാക്കുവാനും ഭയപ്പെടുത്തുവാനും ഇല്ലായ്മ ചെയ്യുവാനും അത് പൊതുസമൂഹത്തിൽ ചർച്ചയാവാതിരിക്കുവാനും ശ്രമിക്കുന്നതിന് പിന്നിലെ ഗൂഢലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ സംസാരിക്കുമ്പോൾ അത് മുഴുവൻ മുസ്ലിം സമുദായത്തിനും എതിരെയാണ് എന്ന് വരുത്തി തീർക്കുന്നത് ആരാണ്? PC പറഞ്ഞതിൽ യാഥാർത്ഥ്യങ്ങളുണ്ടോ? ചോദ്യങ്ങൾ നിരവധിയാണ്. അതിനുള്ള ഉത്തരങ്ങൾ തന്നെയാണ് ഇന്ന് ഷെക്കൈന ബിഗ് ഡിബേറ്റ് തേടുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു കേരള കോൺഗ്രസ് എം നേതാവ് ശ്രീ സാജൻ കുന്നത്ത്, സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ. രണ്ടുപേർക്കും സ്വാഗതം. ആദ്യം ശ്രീ സാജൻ കുന്നത്ത്, നമുക്കറിയാം PC ജോർജ് നിരവധി തവണ MLA ആയ വ്യക്തിയാണ്, അതോടൊപ്പം തന്നെ മുൻ ചീഫ് വിപ്പുമാണ്. അദ്ദേഹത്തെ ഇന്ന് അറസ്റ്റ് ചെയ്ത ഒരു പോലീസ് നടപടിയിൽ ഒരു അസ്വാഭാവികതയില്ലേ? പുലർച്ചെ, ഇന്ന് ഞായറാഴ്ചയാണ്, പുലർച്ചെ അദ്ദേഹത്തിന്റെ സ്വഭവനത്തിൽ പോലീസ് സംഘം എത്തുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു, തിരുവനന്തപുരത്ത് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, മുഖ്യധാരയിൽ എപ്പോഴും നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഒരു ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ തീർച്ചയായും എത്തിപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ PC ജോർജ്. ഇത്ര ധൃതി പിടിച്ചുള്ള ഈ പോലീസ് നടപടിക്ക് പിന്നിൽ സർക്കാരിന്റെ ലക്ഷ്യം ആരെയെങ്കിലും പ്രീണിപ്പിക്കുക എന്നതായിരുന്നോ ശ്രീ സാജൻ കുന്നത്ത്? ഇന്ന് നടന്ന നടപടികളെ പറ്റി രാവിലെ ജോർജിനെ ഒരു ക്രിമിനൽ എന്ന രീതിയിലൊന്നുമല്ല കൊണ്ടുപോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം വണ്ടിയിൽ പോലീസുകാരുടെ അകമ്പടിയോടെ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കോടതി മുമ്പ് ഹാജരാക്കുന്നു. അതിനുശേഷം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ച് നൽകുന്നു. യഥാർത്ഥത്തിൽ ഷക്കീന TV നടത്തുന്ന ഈ ഡിബേറ്റ്, അതിൽ പറയുന്ന കാര്യം മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് എതിർ നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. യൂസഫ് അലി അദ്ദേഹം നടത്തുന്ന സ്ഥാപനം ഇന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടായ സ്ഥാപനമല്ല. തുല്യമാളും ഇന്ത്യയിലും വിദേശത്തുമുള്ള കച്ചവട സ്ഥാപനങ്ങളും അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യവും ഒക്കെ ഇന്ന് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. അതിൽ ജോലി ചെയ്യുന്നവരെല്ലാം ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നൊരു ചിന്താഗതിയും എനിക്കില്ല. ഇന്ത്യയിലെ തന്നെ വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ധാരാളം പേർ. ശ്രീ സാജൻ കുന്നത്ത്, ഒരു കാര്യം ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. താങ്കൾ യൂസഫ് അലിയുടെ കാര്യം സൂചിപ്പിച്ചു. പക്ഷേ PC ജോർജിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പ് ഈ മതസ്പർദ്ധ അല്ലെങ്കിൽ മതവിദ്വേഷം, ഒരു വർഗീയ കലാപത്തിനുള്ള ആഹ്വാനം എന്നീ വകുപ്പുകളല്ലേ ചുമത്തിയിരിക്കുന്നത്? യൂസഫ് അലിക്കെതിരെയുള്ള ഒരു പരാമർശത്തിന്റെ പേരിൽ ആണോ അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹം നേരിട്ട ഒരു പോലീസ് നടപടിക്ക് പിന്നിലെ ഒരു കാരണം? വ്യക്തതയ്ക്ക് വേണ്ടി ഒന്ന് ചോദിച്ചതാണ്. അതല്ലോ തീർച്ചയായിട്ടും അതല്ലോ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ നമുക്ക് ഒരു പൊതുസമൂഹത്തില്, സത്യം പറഞ്ഞാൽ PC ജോർജിനെ പോലെ ഒരാളെ ഒരു ചാനലിലോ ഒരു ഡിബേറ്റിലോ അല്ലെങ്കിൽ ഒരു പൊതുയോഗത്തിലോ സംസാരിച്ചുകൊണ്ട് ആരും അവിടെ ഒന്നും ചെയ്തില്ല. അതും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രം അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത അവസരത്തിലായതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല. പൊതുവായ ഒരു വേദിയിലാണ് അദ്ദേഹം വന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനുണ്ടാവുന്ന എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു പൊതുയോഗത്തിലാണ് സംസാരിക്കുന്നതിൽ എന്തെല്ലാം വിഷയങ്ങൾ അവിടെ ഉണ്ടാകുമായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഒരിക്കലും നമ്മുടെ കേരളത്തില് അല്ലെ ഇന്ത്യയില് മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളോ കാര്യങ്ങളോ നടത്തിയവർക്കെതിരെ നിരന്തരമായ ഇതുപോലെ കേസുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ അങ്ങനെ ചർച്ച ചെയ്യുകയോ അല്ലെ അങ്ങനെ സംസാരിക്കുകയോ ചെയ്യുന്നവരെ കയ്യേറ്റം ചെയ്യുന്ന സംവിധാനം വരെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്
ഒരു മതവിഭാഗം നടത്തിയ ഒരു പരിപാടിയിൽ വന്നിരുന്ന് മറ്റു മതങ്ങളെ കുറ്റമായി പറഞ്ഞ് സംസാരിച്ചു എന്നുള്ളതാണ് PC ജോർജ് ചെയ്ത കാര്യം. അത് തെറ്റാണോ അല്ലയോ എന്നാണോ നമ്മൾ ഈ സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യം. നമുക്കറിയാം നമ്മുടെ ഈ നാട്ടില് മത തീവ്രവാദവും ഒക്കെ ധാരാളമായി നടത്തുന്നുണ്ട്. അത് എല്ലാ മതങ്ങളിടയിലും മത തീവ്രവാദത്തിന്റെ പെട്ട ഒരുപറ്റം ജനവിഭാഗങ്ങളുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞത് കൊണ്ട് PC ജോർജ് ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് അനുമാനിക്കുന്ന രീതിയിലേക്ക് മാധ്യമ സമൂഹമൊക്കെ മാറുന്നത് വളരെ ശ്രീ സാജൻ കുന്നത്ത്, PC ജോർജ് പറഞ്ഞതിന്റെ ഒരു മെറിറ്റും ഡിമെറിറ്റും അവിടെ നിൽക്കട്ടെ. ഞാൻ താങ്കൾ പറഞ്ഞു നിരവധി പേർ ഇവിടെ മതവിദ്വേഷ പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ താങ്കളെ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് ഒരു അൽ ഹിക്മി എന്ന് പറഞ്ഞ ഒരു മുസ്ലിം പണ്ഡിതൻ ക്രിസ്തു പഴിച്ചുപറ്റവനാണ്, ക്രിസ്മസ് പഴിച്ചുപറ്റവന്റെ ആഘോഷമാണ് എന്നൊരു പ്രസംഗം നടത്തി. അതിനെതിരെ കാസ എന്ന ക്രൈസ്തവ സംഘടനയുടെ പ്രസിഡന്റ് കെവിൻ പീറ്റർ എറണാകുളം സെൻട്രൽ സ്റ്റേഷൻ 31/12/2021 ഒരു പരാതി നൽകുകയുണ്ടായി. അതിൽ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ പാലാ ബിഷപ്പ് വിഷസർപ്പമാണ്, മയക്കുമരുന്നിന് അടിമയാണെന്നൊക്കെ പറഞ്ഞ് സത്താർ പാന്തലൂർ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ പ്രവർത്തകർക്കുമെതിരെ കാസയുടെ പ്രവർത്തകർ തന്നെ ആ ഒരു സമയത്ത് ഏകദേശം 5-6 മാസത്തോളമായി ഏകദേശം 6ഓളം പരാതികൾ നൽകിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെതിരെ പോലും ഇതുവരെ ഒരു നടപടിയും എടുത്തതായി ഈ പരാതി കൊടുത്തവർക്ക് ഇതുവരെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇനി എന്തുകൊണ്ടാണ് ഈ പോലീസിന്റെ ഒരു ധൃതിയാണ് ശ്രീ സാജൻ ഇവിടെ ഒരു സംശയത്തിന് ഇടയാക്കുന്നത്? അദ്ദേഹം ഒരു പ്രസംഗം നടത്തി ഒരു 12 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് നടപടി എടുക്കുന്നു, വീട്ടിലെത്തുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു മെറിറ്റ് ഡിമെറിറ്റ് അവിടെ നിൽക്കട്ടെ, പക്ഷേ പോലീസിന്റെ ഒരു ധൃതി ഒരു അസ്വാഭാവികതയ്ക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സംശയത്തിന് ഇട നൽകുന്നില്ലേ ശ്രീ സാജൻ? അത് പോലീസ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്പം ഒരു കൂട്ടം ആൾക്കാർ ചെയ്തതിനകത്തുനിന്ന് അവരെ ഐഡന്റിഫൈ ചെയ്ത് വരേണ്ടതും അന്വേഷണം നടത്തി വരേണ്ടതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വളരെ സ്പഷ്ടമായിട്ട് ചാനലുകളും എല്ലാവരും ഉള്ളിടത്ത് പരസ്യമായി പറഞ്ഞ കാര്യത്തിനകത്താണ് ഇങ്ങനെ സംഭവം ഉണ്ടായിരിക്കുന്നത്. വ്യത്യാസം. ഓക്കെ, ഒരു കൂട്ടം ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ അൽ ഹിക്കിമി പോലെ ഒരു വ്യക്തി, അദ്ദേഹം ഒരു സിംഗിൾ ക്യാമറയുടെ മുമ്പിൽ വന്നാണ് ആ ഒരു പ്രഭാഷണം നടത്തിയത്. ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, വർഷങ്ങളായി ഇവിടുത്തെ ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങൾ ഉന്നയിക്കുന്ന ഒരു ആശങ്കയാണ് മതം തിരിച്ചുള്ള ഒരു നീതി നടപ്പാക്കൽ, അത് അല്ലെങ്കിൽ ഒരു ഇരട്ട നീതി എന്നൊക്കെയൊക്കെ ഒരു ആശങ്ക. അങ്ങ് തന്നെ പോരാടിയ 80-20 വിഷയത്തിലൊക്കെ ആ ഒരു ആശങ്ക തന്നെയാണ് ക്രൈസ്തവ സമൂഹം ഉയർത്തി കാണിച്ചത്. ഏറ്റവും ഒടുവിൽ ഇന്ന് നടന്ന ഈ PC ജോർജിന്റെ ഈ ഒരു അറസ്റ്റ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ക്രൈസ്തവ സമുദായത്തിനെതിരെയും ഈ ഹൈന്ദവ സമുദായത്തിനെതിരെയും ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ ഭാഗത്തു നിന്ന് നിരവധി തവണ വിദ്വേഷപരമായ പല പ്രസംഗങ്ങളും നടത്തിയിട്ടുണ്ട്. അതിനെതിരെ ക്രൈസ്തവ സംഘടനകളും ഹൈന്ദവ സംഘടനകളും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെ ഞാൻ 2 പരാതികളെ കുറിച്ച് സൂചിപ്പിച്ചു. മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിൽ ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഇത് ഈ ഇവിടുത്തെ ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങൾ നേരിടുന്ന ഒരു വിവേചനത്തിന്റെ, ഒരു നീതി നിഷേധത്തിന്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമല്ലേ ഈ PC ജോർജിന്റെ ഇന്നത്തെ അറസ്റ്റ്? ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ. ശ്രീ ജോർജി, ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു ഡിബേറ്റ് സംഘടിപ്പിക്കാൻ ധൈര്യം കാണിച്ചതിന് അഭിനന്ദിക്കുന്നു. ഒപ്പം അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത് തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി. അത് രാഷ്ട്രീയ നിലപാടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അദ്ദേഹം പേരുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഒരു ക്രൈസ്തവ വിശ്വാസിയാണ്. അതിലുപരി പ്രായം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു നല്ലൊരു അപ്പനായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. എനിക്കറിയില്ല. ഈ ലോകത്ത് ജീവിക്കുന്ന, ഈ ലോകത്ത് പ്രാക്ടീസ് ചെയ്യുന്ന കേരള സമൂഹത്തിന്റെ എല്ലാ സ്പന്ദനങ്ങളും അറിയുന്ന രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം എന്ന നിലയിൽ അദ്ദേഹം വളരെ ഉദാസീനതയോടെ പറയുന്ന ഈ ഒരു കാര്യത്തെ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം. അതായത് നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാം മത പ്രീണനത്തിന്റെ ഒരു ഭാഗപത്രം മാത്രമാണ് ഇന്ന് PC ജോർജിന്റെ അറസ്റ്റിൽ നടന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം ഒരു കൊടും കുറ്റവാളിയല്ല. 4-5 ബസ്സുകൾ വീട് വളയുക, പൊക്കിക്കൊണ്ട് പോകാൻ മാത്രം വലിയ ഭീകരനൊന്നും അല്ലല്ലോ PC ജോർജ്. ഈ പേട്ട പോലീസ് സ്റ്റേഷനിൽ എത്ര ദൂരം കിടക്കുന്നു. അദ്ദേഹത്തിന്റെ ഓരോ നീക്കം അന്വേഷിക്കാൻ ഇവിടെ സ്റ്റേറ്റ് ഇന്റലിജൻസും കഴിവുകളും ഇല്ലേ? ഇന്ന് വരെ ഈ നാട് വിട്ട് എവിടെയെങ്കിലും ഒളിച്ചു പോകേണ്ട ഒരു അവസ്ഥയൊന്നും അദ്ദേഹത്തിന് വന്നിട്ടില്ലല്ലോ. ഇതിലും വലിയ കാര്യങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടില്ലേ? അന്നും പോലീസിന് മുമ്പിലേക്ക് ധീരതയോടെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ ഇത്രയും
വലിയ കാശ്മീരിലും മറ്റും വലിയ ഭീകരന്മാരെ താവളം വളഞ്ഞു പിടിക്കുന്നത് പോലെ വെളുപ്പാങ്കാലത്ത് വന്ന് വീട്ടിൽ തട്ടുമുട്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയ നടപടി എന്തുകൊണ്ട് അങ്ങ് തന്നെ ജോർജ് തന്നെ പറഞ്ഞല്ലോ, അൽ ഹിക്കുമിയുടെ കാര്യത്തിലും സത്താറിന്റെ കാര്യത്തിലും ഒന്നും നടന്നില്ലല്ലോ. സത്താറിന്റെ കാര്യത്തിൽ മാത്രമല്ല, അതിലും വലിയ കാര്യങ്ങളോടെ നടക്കുന്നില്ലേ? ആ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു തീഷ്ണത സർക്കാർ PC ജോർജിന്റെ കാര്യത്തിൽ, അതും പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് പുറത്തെങ്ങാണ്ട് കൊണ്ട് ഒട്ടിച്ചു വെച്ച ഒരു പരാതിയുടെ പേരിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തിനെതിരെ ദേശവിരുദ്ധ പ്രവൃത്തികൾ ചെയ്ത് കൂട്ടുന്നവർക്കെതിരെ ഒരു പരാതി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 150 പ്രാവശ്യമെങ്കിലും നടത്തിച്ചിട്ട് മാത്രം ഒരു FIR പരാതി ഒന്ന് സ്വീകരിച്ച് FIR നീങ്ങുന്ന പോലീസ് ഇത് വഴികൂട്ടം കണ്ട് ആരെ പോയപ്പോൾ അത് മേടിച്ച് ഒരു പരാതി സ്വീകരിച്ച് ഇവിടെ വന്ന് ഇത് പൊക്കിക്കൊണ്ടുപോകാൻ മാത്രമുള്ള കുറ്റമൊന്നും PC ജോർജ് ചെയ്തിട്ടില്ല. അങ്ങനെ PC ജോർജ് ചെയ്തിട്ട് ഉണ്ട് എന്നുള്ള ഒരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റുക. ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ അതിലുമൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. കേരളത്തിലെ 2 DGPമാര്, മുൻ റിട്ടയർഡ് DGP ബെഹ്റയും ഇപ്പോൾ ചാർജ് എടുത്ത DGP അനിൽകാന്ത് സാറും, DGP ബെഹ്റ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പും അനിൽകാന്ത് സാർ ചാർജ് എടുത്ത് ഏറ്റവും ഉടനെയും നിരോധിക്കണമെന്ന് പറഞ്ഞ് സർക്കാരിന് മുമ്പിലേക്ക് വെച്ച ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണൽ എന്ന് പറഞ്ഞിട്ടാ. ആ പുസ്തകത്തിന്റെ ആമുഖം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ ഭീകരത എന്താന്ന്. ആ പുസ്തകം നിരോധിക്കണമെന്ന് പറഞ്ഞ് പരാതികൾ കൊടുത്തിട്ട് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് ഒഴിഞ്ഞ സർക്കാരാണിത്. സർക്കാരിന്റെ നിലപാട് നമുക്കറിയാം. അതിനകത്ത് ഞാനൊരു ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എനിക്ക് സമയം തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനകത്ത് ഇങ്ങനെ പറയുന്നത്, ജിഹാദ് ഓരോ വ്യക്തിക്കും സമൂഹത്തിനുമുള്ള ചികിത്സാ പ്രതിവിധിയാണ്. അത് വ്യക്തികളുടെ അവിശ്വാസ രോഗം ചികിത്സിച്ച് ഇസ്ലാമിന്റെ സുഖസ്വസ്ഥത്തിലേക്ക് അവനെ രക്ഷിക്കുന്നു. അല്ലാഹുവിലുള്ള അവിശ്വാസമാണ് മനുഷ്യകുലത്തിന് ഏറ്റവും മോശവും നാശകരവുമായ രോഗം. ഇസ്ലാമാണ് അതിന്റെ പരിപൂർണ നിർവൃതി. മരുന്ന് ഉപയോഗിച്ച് രോഗശമനം സാധ്യമാകുമെങ്കിൽ അങ്ങനെയാകാം, അല്ലെങ്കിൽ ബാധിച്ച ഭാഗം മുറിച്ചു മാറ്റേണ്ടി വരും. അത് ശരീരത്തിന് ബുദ്ധിമുട്ടും വേദനാജനകവുമായാലും. പക്ഷെ മുറിച്ചു മാറ്റൽ ക്രൂരവും മനുഷ്യത്വരഹിതവുമാണെന്ന് ആരും വാദിക്കുകയില്ല. എന്നിട്ട് പറയുകയാണ്, ആദ്യം സന്ദേശം സമാധാന മാർഗത്തിൽ എത്തിക്കുന്നു. എന്നാൽ ആ ശ്രമം ഏൽക്കാതിരിക്കുകയും ഫലം തരാതിരിക്കുകയും ചെയ്താൽ സത്യമാകർ വാളൂരുകയും അല്ലാഹുവിന്റെ വചനങ്ങൾ അതിജയിക്കുന്നതിന് വേണ്ടി പോരാടുകയും ചെയ്യുന്നു. ഇത് ഞാൻ ഒരിക്കലും, എന്റെ കയ്യിൽ പുസ്തകം കിട്ടിയിട്ട് 1 വർഷത്തിലധികമായി, ഞാൻ ഇത് ഒരിക്കലും പുറത്ത് ഇന്ന് വരെ പറയാത്ത ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്രയും പ്രകടമായ രീതിയിൽ ഇതിലും വലിയ PC ജോർജ് എന്താ പറഞ്ഞത്? PC ജോർജ് ഇതിന് 100-ലോ 1000-ലോ അംശം പറഞ്ഞോ? ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. ഇതിനെതിരെ എന്താ ഒരു കേരള കോൺഗ്രസ്സുകാരന്റെ പ്രതികരണം കണ്ടിട്ടില്ലല്ലോ. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രതികരണം കണ്ടില്ലല്ലോ. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ദേശസ്നേഹികൾ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ വേണ്ടിയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഇനി ഇസ്ലാം വിശ്വാസികളെ തന്നെ ഒരു പറ്റം ആളുകളാണ് തീവ്രവാദികൾ എന്ന് വാദിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അടക്കമുള്ളവർ ഇതിനെതിരെ മിണ്ടിയിട്ടില്ലല്ലോ. ഇതിനെതിരെ പരാതി കൊടുത്തപ്പോൾ 2 DGPമാര് പരാതി കൊടുത്തപ്പോൾ അതിന്റെ പേരിൽ ഒരു കമ്മീഷനെ വെച്ചിട്ട് മിണ്ടാതിരിക്കുന്ന സർക്കാരാണ്. ആ സർക്കാരാണ് ഇവിടുത്തെ ഒരു മുൻ MLA, ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ, ആർക്കും ഏത് സമയത്ത് ഏത് മാധ്യമത്തേക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക്, അല്ലാതെ പിണറായി വിജയനോ ഇവിടുത്തെ മുഖ്യമന്ത്രിയോ മറ്റു നേതാക്കന്മാരെ പോകുന്ന പോലെ 10, 15, 20 വണ്ടി എസ്കോട്ടിലൊന്നുമല്ല അദ്ദേഹം പോകുന്നത്. ഏത് മനുഷ്യന് ഏത് പാതിരാത്രിക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു വീടാ. ആ വീട്ടിലേക്ക് ഇത്രയും ഒരു വലിയ തീവ്രവാദിയെ പിടിക്കുന്നത് പോലെ ചെന്ന് പിടിക്കാൻ മാത്രമുള്ള കുറ്റമൊന്നും PC ജോർജ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് വരെ ഈ കേരള സമൂഹത്തിൽ ക്രൈസ്തവ വിശ്വാസികളും പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികളുമായ ആളുകൾ ഇതുപോലെയുള്ള തീവ്രവാദ മതവിദ്വേഷം വരുത്തുന്ന കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന എന്തിനേറെ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വിവാദം കേട്ടതല്ലേ? കഴിഞ്ഞ ആഴ്ച കേട്ടല്ലോ, ക്ലബ് ഹൗസിലൂടെ പരസ്യമായിട്ട് പാലാ ദേശത്തു നിന്ന് ക്രൈസ്തവ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോകണം, എന്നിട്ട് അവർ ഇന്നതിന് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് പരസ്യമായിട്ട് പഠിപ്പിക്കുന്ന ആളുകൾക്ക് അതിലൊരു ചെറുവിരലടക്കാൻ ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചു. അതിനെതിരെ ആർക്കും ഒരു വികാരമില്ല. PC ജോർജ് പറഞ്ഞു ഒരു കാര്യത്തിലും തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഈ പറയുന്ന പർട്ടിക്കുലർ, ഞാൻ എന്റെ ഇസ്ലാം വിശ്വാസികൾ അല്ലെ മുസ്ലിംസ് ആയിട്ടുള്ള എല്ലാ സഹോദരങ്ങളും ആ ഗണത്തിലാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ അതിലെ ന്യൂനപക്ഷമായ തീവ്ര നിലപാടുകാർ സ്വീകരിക്കുന്ന ഈ ഒരു നിലപാട് മൂലമുണ്ടല്ലോ നഷ്ടപ്പെടുന്നത് ഈ കേരളത്തിലെ സമാധാനത്തോടെ ജീവിച്ചു വരുന്ന മുസ്ലിം സഹോദരങ്ങളുടെ സമാധാനമാണ് തകർക്കുന്നത്. അവര് തന്നെ തകർക്കുന്നത്. അതിലാണ് അവര് ഈ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ വിജയിച്ചത്. അതിവിടെ നടപ്പിലാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുക. അതിനെതിരെ ജനത്തെ ജാഗരൂകരാക്കുന്നതിന് എന്താ തെറ്റ്?
ഓക്കെ, വ്യക്തമാണ്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഈ ക്ലബ് ഹൗസിലെ ആ ഒരു ഓഡിയോയെ പറ്റി ഇപ്പോഴും ഒരു ആധികാരികതയെ പറ്റി പല ചർച്ചകളും നടക്കുന്നുണ്ട്. എങ്കിലും ഒരു കാര്യം കൂടി ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ ചുരുങ്ങിയ വാക്കുകൾ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചിരുന്നുവല്ലോ, ഈ ഹൈന്ദവ ക്രൈസ്തവ അവരുടെ ആശങ്കകളുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുമ്പോൾ ചില വിവേചനങ്ങൾ നേരിടുന്നു എന്ന്. താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണ്. താങ്കൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തിപരമായ എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവെക്കാനുണ്ടോ? ചുരുങ്ങിയ വാക്കുകൾ. ഞാൻ തീർച്ചയായിട്ടും പറയാം ജോർജി. തൊടുപുഴയിൽ KSRTC കണ്ടക്ടറായിരുന്ന മനോജ് ബസ്സേ വെച്ച് ഇസ്ലാമിക തീവ്രവാദികളെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിൽ ആക്രമിച്ചു. ആ മനോജ് സഹോദരൻ അദ്ദേഹം പാലാ മെഡിസിറ്റിയിൽ അഡ്മിറ്റായി. പാലാ മെഡിസിറ്റിയില് തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ നിന്നും പാലാ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് 5 ദിവസം കാവലിൽ നിന്നേ. അദ്ദേഹത്തെ ബസ്സിലിട്ട് അതിക്രൂരമായി തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ഒരു കേസിൽ വിക്ടിം ജയിലിൽ കിടക്കുമ്പോൾ, ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ വിക്ടിമിനെ അവിടെ നിന്ന് ഈ വിക്ടിമിനെ തല്ലി ഒരുത്തനെ പോലും അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ വിക്ടിമിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ദിവസമാണ് പോലീസ് 2 പേര് 24 hours കാവലിൽ നിന്നത്. ഹൈക്കോടതി നീതിപൂർവ്വം ഇടപെട്ടുകൊണ്ടത് വളരെ സമാധാനത്തോടെ മനുഷ്യനെ പോലീസ് സ്റ്റേഷൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ പൂർത്തിയാക്കിയിട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറ്റി. പുറത്തിറങ്ങിയപ്പോഴത്തേനും അവിടെ നിൽക്കുക കേസ്. എന്താ? സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതിന്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് എന്താ? അവരുടെ മതഗ്രന്ഥത്തിൽ പറയുന്ന ഒരു പാരഗ്രാഫ് എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്തു. അവരുടെ ഹദീസുകളിൽ പറയുന്ന ഒരു പാരഗ്രാഫ് എടുത്ത് പോസ്റ്റ് ചെയ്തു. അതിനപ്പുറത്തേക്ക് ഒരു പോസ്റ്റും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനെതിരെ കേസ് നിൽക്കത്തില്ല. പക്ഷേ ആ സമയത്തും ഈ പോലീസ് സ്റ്റേഷൻ, ഞാനും പോയത് അവിടെ, ഞാൻ 4 ദിവസം ഉണ്ടായിരുന്നു അവിടെ. ഈ പോലീസുകാര് രാവും പകലും വന്ന് നിൽക്കുകയാണ് ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. പരിക്ക് പറ്റി അവിടെ അറസ്റ്റ് കിടക്കുന്നവരെ. അതിനുശേഷം അന്വേഷണം പോയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ജോസഫ് സാറിന്റെ കൈവിട്ട കേസിലെ ആദ്യ അന്വേഷണത്തെ വിട്ടുപോയ പ്രതികളിൽ ഒരു മിടുക്കനാണ് അനസ് അതിനകത്ത് പ്രതിയായിട്ട് വന്നത്. ഇങ്ങനെ ഈ ഹൈന്ദവരെ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ എത്രയും പെട്ടെന്ന് അവരുടെ കാര്യത്തിൽ ഒരു രീതിയിലും ഇടപെടാത്ത സർക്കാർ മറ്റൊരു ഭാഗത്തേക്ക് എന്തെങ്കിലും വന്നാൽ, ഇത് 80-20 നമ്മൾ കണ്ടതാണ്. ശ്രീ സാജൻ, ഈ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ സൂചിപ്പിച്ചതുപോലെ ഇത്തരം വിവേചനപരമായി സർക്കാർ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ സത്യത്തിൽ സർക്കാർ തന്നെയല്ലേ ഈ സമൂഹത്തിൽ ഒരു വിഭാഗീയത അല്ലെങ്കിൽ ഒരു വിദ്വേഷം സൃഷ്ടിക്കുന്നത്? ശ്രീ സാജൻ കുന്നൻ. അത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. കാരണം നമുക്ക് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പോരാടുവാനായിട്ട് ഇപ്പം ഈ അഡ്വക്കേറ്റ് ജസ്റ്റിനെ പോലെ എന്നെ പോലെ എത്രയോ ന്യായാധിപന്മാരും എത്രയോ വക്കീലന്മാരും എത്രയോ സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഉള്ളതാണ് ക്രിസ്ത്യൻ സമുദായത്തിനും അതുപോലെ തന്നെ ഹിന്ദു സമുദായത്തിനും. അവരൊന്നും ഇതിനുവേണ്ടി പോരാടുകയും നീതി നടപ്പാക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നില്ലെന്നാണോ ജസ്റ്റിൻ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കണമെന്ന് എനിക്ക് സംശയം തോന്നുന്നു. ലവ് ജിഹാദ്, ഞാൻ ലവ് ജിഹാദിനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. ലവ് ജിഹാദിന്റെ ഇംഗ്ലീഷിലൊരു വേഷമുണ്ട്, ഞാൻ പറഞ്ഞോളട്ടെ. എവറിഥിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ. യുദ്ധത്തിലും പ്രണയത്തിലും തെറ്റുകളില്ല എന്നോ എല്ലാ വഴികളും ശരിയാണെന്നോ വായിക്കാം എന്നുള്ളതാണ് ലവ് ജിഹാദിനെ പറ്റി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജിഹാദ് എന്ന വാക്കിനർത്ഥം വിശുദ്ധ യുദ്ധം എന്നാണ്. മനസ്സിലായോ? അറബിയിലുള്ള ഈ വാക്കിനെ ദൈവത്തിനും ഇസ്ലാമിനും വേണ്ടിയുള്ള യുദ്ധം എന്നാണ് അർത്ഥം. അതാണ് സത്യം. പക്ഷേ പ്രണയത്തൂടെ ആ വിശുദ്ധ യുദ്ധമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ലവ് ജിഹാദ് എന്ന് നാം ഓമന പേരിട്ട് വിളിക്കുന്നത്. നമ്മുടെ ലവ് ജിഹാദ് ഉണ്ട്. അതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ, ക്രിസ്ത്യൻ സമൂഹത്തിലെ, ഹിന്ദു സമൂഹത്തിലെ ഒക്കെ പെൺകുട്ടികളെ എങ്ങനെയാണ് അവർ വഴിതെറ്റിപ്പോകുന്നത്? അവരെ ഒരു മതത്തിന്റെ പേരിലോ അല്ലെ ഒരു മതസമൂഹത്തിന്റെ പേരിലോ കൊണ്ടുപോയാണ് ആ ജിഹാദിപ്പെടുത്തിയാണ് എന്ന് തെളിയിക്കുവാനായിട്ട് എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? വെറുതെ നമ്മൾ പറയുമ്പോൾ ഒരു മുസ്ലിമായ ഒരാള് ഒരു ഹിന്ദുവിനെയോ ഒരു ക്രിസ്ത്യാനിയെ വിവാഹം കഴിക്കുമ്പോൾ ഉടനെ പറയാം അത് ലവ് ജിഹാദ്. അല്ലാതെ എത്രയോ നമുക്കറിയാലോ, നമ്മുടെ നാട്ടുകളിൽ എത്രയോ കേസുകൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. പ്രണയ വിവാഹം മുസ്ലിം സമുദായത്തിൽപ്പെട്ട പുരുഷനും ക്രിസ്ത്യൻ അല്ലെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട സ്ത്രീയുമായിട്ട് എത്രയോ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്.
ഇതൊക്കെ ലവ് ജിഹാദാണെന്ന് പറയുന്നത്. 18 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയെ പൗരനായാണ് ഇനി ഭരണകൂടം കാണുന്നത്. അവർക്ക് ചില അവകാശങ്ങളും ഭരണകൂടം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കുവാൻ 18 കഴിഞ്ഞ പെൺകുട്ടിക്കും 21 വയസ്സ് പൂർത്തിയായ പുരുഷനും ഇഷ്ടമുള്ളവരോടൊത്ത് ജീവിക്കുവാനുള്ള അവകാശവും ഭരണകൂടം നൽകുന്നുണ്ട്. അതല്ലേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. എന്നിട്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു പുരുഷനും ഒരു സ്ത്രീയുമായിട്ട് വിവാഹം കഴിച്ച ഉടനെ അവന്റെ മതത്തെ നമ്മൾ കണക്കാക്കി ആ മതവുമായിട്ട് നമ്മൾ അവരെ കൂട്ടിക്കെട്ടി ആ മതം പ്രത്യേകമായിട്ട് അവരെ കൊണ്ടുപോയി ആ മതത്തിലാക്കി എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. ഞാന് ഒരു ക്രിസ്തീയ വിശ്വാസിയും പള്ളികളിലും അതുപോലെ അത്യാവശ്യ കാര്യങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, എനിക്കതിനോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്കതിനോടൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം നമ്മുടെ മതത്തില് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരാളെ സംരക്ഷിച്ചു നിർത്തേണ്ടതും അവർക്ക് വേണ്ട രീതിയിലുള്ള ദൈവവിശ്വാസം പകർന്നു നൽകേണ്ടതും നമ്മുടെ മതത്തിലാണ് സത്യവും നീതിയും ന്യായവും എന്നും നമ്മുടെ വിശ്വാസമാണ് ശരിയായ വിശ്വാസമെന്നും പറഞ്ഞവരെ പഠിപ്പിക്കുവാനായിട്ട് ഹിന്ദു മതവും ക്രിസ്ത്യൻ മതവും ചിലപ്പോൾ പിന്നോക്കം പോകുന്നത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് എനിക്ക് ചിന്തിക്കേണ്ടിയിരിക്കും. ഞാൻ മനസ്സിലാക്കിയത്തോളം മുസ്ലിം മതവിഭാഗത്തെക്കാളും കൂടുതലായിട്ട് മതബോധന ക്ലാസ്സുകളും അതുപോലെ മതപരമായ കൺവെൻഷനുകളും മതപരമായ ആചാരങ്ങളും അതുപോലെ തന്നെ നോമ്പുകളും അനുഷ്ഠാനങ്ങളും അതുപോലെ മതപരമായ ധാരാളം കാര്യങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിലുണ്ട്, ഹിന്ദു സമൂഹത്തിലും അതുപോലെ. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെയൊക്കെ പെൺകുട്ടികൾ മുസ്ലിം മതത്തിലുള്ള പുരുഷന്മാരുമായിട്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു മതത്തിന്റെ പേരിൽ മാത്രമാണ് എന്നുള്ള രീതിയിൽ ഒന്നിരിക്കും. അതുപോലെ തിരിച്ചും ചിന്തിച്ച എത്രയോ പേര് കഴിച്ചു കാണും. പക്ഷേ അതൊന്നും ഒരു ജിഹാദായിട്ടോ അല്ലെ അത് ക്രിസ്ത്യൻ ജിഹാദെന്നോ അല്ലെ ഒരു ഹിന്ദു ജിഹാദെന്നോ എന്ന് പറഞ്ഞ് പേര് വിളിക്കാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ വന്നിരിക്കുന്നത്. ശ്രീ സാജൻ കുന്നൻ, ഈ ലവ് ജിഹാദിൽപ്പെട്ട് ക്രൈസ്തവ സഭകൾ ഉന്നയിക്കുന്ന ഈ ഒരു ആശങ്ക, താങ്കൾക്ക് അതിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ഈ ലവ് ജിഹാദിന് ഇരയായിട്ടുള്ള മാതാപിതാക്കൾ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ ക്രൈസ്തവ സഭകൾക്ക് തന്നെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഈ മതാന്തര വിവാഹങ്ങൾ വർഷങ്ങളായി കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ മതം മാറി ഈ വിവാഹം കഴിച്ച പെൺകുട്ടികളൊക്കെ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പോയി ചാവേറുകളായി പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ലവ് ജിഹാദിനെ പറ്റി ക്രൈസ്തവ സഭകൾ ആശങ്കകൾ ഉന്നയിക്കുന്നത്. വളരെ വിചിത്രമായ ഒരു കാഴ്ചപ്പാടാണ് താങ്കൾ ലവ് ജിഹാദിനെ കുറിച്ച് പങ്കുവച്ചത്. ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ, താങ്കൾ ഈ മേഖല വളരെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് താങ്കൾ ഇതിനെപ്പറ്റി ഒരു വ്യക്തമായ ഒരു ക്ലാരിറ്റി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ. ശ്രീ ജോർജ്, എനിക്ക് അഡ്വക്കേറ്റ് സാജന്റെ വാക്കുകൾ ഓർത്ത് വേദന തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് സർക്കാരിനൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ. ഭരിക്കുന്ന സർക്കാരിന്റെ മുന്നണി പോരാളികളായ ഭാഗമായി നിൽക്കുമ്പോൾ അവർക്ക് സർക്കാരിന്റെ നയങ്ങൾക്കോ അല്ലെങ്കിൽ പിണറായിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെയും അദ്ദേഹത്തിന്റെ സമൂഹത്തെയും തള്ളിപ്പറയേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജോർജി ബഹുമാനപ്പെട്ട സാജനോട് ചോദിച്ച ചോദ്യം സർക്കാരിന്റെ ഭിന്നിപ്പിക്കുന്ന നയങ്ങളെ പറ്റിയിട്ടാണ്. അതിൽ നിന്ന് അദ്ദേഹം മാന്യമായിട്ട് ഒഴിഞ്ഞു മാറിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം നേരെ ലവ് ജിഹാദിലേക്ക് പോയി വിഷയം മാറ്റി. എന്താണ് ലവ് ജിഹാദ് എന്നും ഒക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അവിശ്വാസികളുമായ പോരാട്ടത്തെ വിളിക്കുന്ന പേര്, അതിനെ നമ്മൾ എന്ത് കാഫിറുകളെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന മനോഹരമായ പ്രവൃത്തികൾക്ക് പറയുന്ന പേരിനെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം നിർവഹിച്ചത്. എന്തായാലും എനിക്കതിൽ വിഷമം മാത്രമേ ഉള്ളൂ. ഈ സിറിയയിലേക്കും ഇറാഖിലേക്കും ലിബിയയിലേക്കും കൊണ്ടുപോയിട്ട് എന്തിനാ ലൈംഗിക തൊഴിലാളികളാക്കുന്നത്? ജസ്നയെ അടിച്ചുകൊണ്ട് പോയിട്ട് എന്തിനാ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാതെ ഒരു ഒളിപ്പിച്ചു വെക്കുന്നത്? ഇതുപോലെ എത്രയോ പെൺകുഞ്ഞുങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് പിന്നെ ഒരു വിവരമില്ലല്ലോ. ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി പരാതി കൊടുത്തിട്ട് എത്ര പരാതികൾ നടപടിയെടുക്കുന്നുണ്ട്? ഒരു കേസിൽ എത്ര കേസുകൾ ഹൈക്കോടതി പെൻഡിങ് ഇരിക്കുന്നത്? ഒരു കേസിൽ നടപടി എടുക്കുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നു? കഴിഞ്ഞ 3 വർഷം ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ലവ് ജിഹാദിൽ ഇടപെട്ട് കല്യാണം കഴിക്കപ്പെട്ട കുഞ്ഞുങ്ങള് എവിടെയുണ്ടെന്ന് ഒന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ കോടതി മൂവ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. കാരണം പല കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് വീട്ടുകാർക്ക് ഒരു വിവരമില്ല, എവിടെയാണെന്ന് അറിയത്തില്ല. ജസ്ന ഉദാഹരണമല്ലേ? ആ ജസ്നയെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ അന്വേഷണ സംവിധാനമുള്ള കേരള പോലീസിന് പറ്റുന്നില്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് അറിയാം. മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ DGPക്കും ഇവിടുത്തെ മന്ത്രിമാർക്കും ഒക്കെ അറിയാം എവിടെ ഇരിക്കുന്നു എന്നുള്ളത് അറിയാം. പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല.
അതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ ഒരാൾ മറ്റൊരാൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നതിനല്ല ചോദ്യം ചെയ്യുന്നത്. കൃത്യമായ ഗൂഢാലോചന നടത്തി കൃത്യമായ പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കി ഈ കുഞ്ഞുങ്ങളെ ട്രാപ്പിൽപ്പെടുത്തി അവരെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധിയിൽ കൊണ്ട് കെണികളിൽ പെടുത്തി ഊരാക്കുടിക്കപ്പെട്ട് അതുങ്ങള് കല്യാണം കഴിക്കാൻ നിർബന്ധിതരായി കൊണ്ടുപോകുമ്പോൾ വിവാഹം പോലും കഴിക്കാതെ കൊണ്ടുപോയി ഇവരെ പിന്നീട് പൊതുസമൂഹത്തിന് മുമ്പിൽ എവിടെയാണ് ഈ കേരളത്തിൽ അവർ ജനിച്ചു വീണ നാട്ടിൽ വളർന്ന നാട്ടിൽ കുടുംബക്കാരുടെ മുമ്പിൽ എവിടെയാണെന്ന് അറിയാതെ ഇവർ മാറ്റി നിർത്തപ്പെടുന്നതിനെ നമ്മൾ ആശങ്കയോടെ കാണുന്നത്. അവരുടെ കൈകളിലേക്ക് തോക്കും കൊടുത്ത് സിറിയയിലേക്കും ഇറാഖിലേക്കും ലിബിയയിലേക്കും ഇടുന്നതിനെ നമ്മൾ നമുക്ക് സംശയത്തോടെ നമ്മൾ കാണുന്നത്. അതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ശ്രീ സാജൻ, സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രീണന നയങ്ങൾ മൂലം ഒരു കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരാനുള്ള ഒരു സാധ്യതയില്ല. ഞാൻ ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മൾ ഈ അടുത്ത കാലങ്ങളിലായി ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നാം പരിശോധിക്കുകയാണ്, പല ക്രൈസ്തവ ഗ്രൂപ്പുകളിലും നമുക്കറിയാം ക്രൈസ്തവ പാരമ്പര്യമായി വലതു മുന്നണി അല്ലെങ്കിൽ UDF-നോടൊപ്പം നിന്ന ഒരു സമുദായമാണ്. ചിലർ ഇടതു മുന്നണിയോടൊപ്പം നിൽക്കുന്നു. ഈ രണ്ട് മുന്നണികൾക്ക് അപ്പുറത്തേക്ക് മറ്റൊരു മുന്നണിയിലേക്ക് അല്ലെങ്കിൽ BJP-യിലേക്കൊക്കെ ചിന്തിക്കാനുള്ള അത്തരത്തിലുള്ള ചർച്ചകൾ പല ക്രൈസ്തവ ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു പ്രീണന നയമല്ലേ ഇത്തരത്തിലൊരു മറ്റൊരു മുന്നണിയിലേക്ക് അല്ലെങ്കിൽ BJP-യിലേക്കൊക്കെ ചിന്തിക്കുവാൻ ക്രൈസ്തവ സമുദായത്തിലെ ചിലരെയെങ്കിലും പ്രേരിപ്പിക്കുന്നത്? ശ്രീ സാജൻ. അധികാരത്തിന് വേണ്ടി പോകുന്ന ഒരു വിഭാഗം ജനം എല്ലാ മത സമുദായത്തിലുമുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ എത്താൻ വേണ്ടി പലപ്പോഴും തങ്ങളുടെ സമുദായത്തിൽ നിന്നുകൊണ്ട് സമുദായം ഒരു പുഷ്പായ്ക്കായിക്കൊണ്ട് അതിൽ നിന്ന് മറ്റ് രാഷ്ട്രീയ സംഘടനകളിൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപറ്റം നേതാക്കന്മാരും അല്ലെങ്കിൽ അധികാരമോഹികളും എല്ലാ മതവിഭാഗത്തിലും ഉണ്ട്. അത് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ കാണും. അവര് ഒരുപക്ഷെ ഇപ്പം തങ്ങൾക്ക് അധികാരം ലഭിക്കാനായിട്ട് സാധിക്കും. കാരണം കേന്ദ്രം ഭരിക്കുന്ന BJP ചെറിയൊരു പാർട്ടി അല്ലല്ലോ, അല്ലെന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യമാണ്. ഇന്ത്യയിൽ ഇന്ന് ഒന്നാമത്തെ കക്ഷി BJP തന്നെയാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എവിടെയാണെന്ന് തപ്പി നോക്കേണ്ട സാഹചര്യമായെന്നുള്ളത്. അസമിൽ ഈയിടെ നടന്ന അവിടുത്തെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പില് ഒരു കൗൺസിൽ വാർഡിൽ പോലും ജയിക്കുവാനായിട്ട് കോൺഗ്രസിന് സാധിച്ചില്ല. കാരണം ആ രാഷ്ട്രീയ പാർട്ടിയുടെ നയങ്ങളാണ് ആ രാഷ്ട്രീയ പാർട്ടി അങ്ങനെ. ഞാൻ രാഷ്ട്രീയം പറഞ്ഞിനി പോകുന്നില്ല. എനിക്ക് ഇപ്പൊ മനസ്സിലായത്, എന്റെ സുഹൃത്ത് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജസ്റ്റിന് ഇവിടെ വളരെ കാര്യമായി പറഞ്ഞു, മത തീവ്രവാദികളെ സംരക്ഷിക്കുന്ന ഗവൺമെന്റാണ് ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. കഴിഞ്ഞ 5 വർഷം ഭരിച്ച ഗവൺമെന്റ് തന്നെയാണ് വീണ്ടും ഈ അധികാരത്തിൽ വന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അന്ന് മത തീവ്രവാദികളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണോ ആ മത തീവ്രവാദികളായ അവരെ സംരക്ഷിക്കുന്നവർക്ക് അവരെ അനുകൂലിക്കുന്ന ഒരുപറ്റം ജനങ്ങൾ വോട്ട് ചെയ്താണോ ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നൊരു സംശയം എനിക്ക് നിലനിൽക്കില്ല ജസ്റ്റിന്റെ പറച്ചിൽ നിന്ന്. നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ട ജസ്റ്റിനെ, ഇവിടെ ഞാൻ ഒരു മതത്തെ അനുകൂലിച്ച് പറയുന്ന ഒരു വ്യക്തിയല്ല. ഞാനത് എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാനിപ്പോ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് കേരള കോൺഗ്രസ് എന്ന ഒരു അർത്ഥത്തിൽ മാത്രമല്ല പറയുന്നത്. പ്രിയപ്പെട്ട ജസ്റ്റിൻ ഈ ഈരാറ്റുപേട്ടയെ വന്നു നിന്ന് ഞാൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുന്ന നിയോജകമണ്ഡലം, കേരള കോൺഗ്രസിന്റെ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിനുള്ള നിയോജകമണ്ഡലം. ഈ നിയോജകമണ്ഡലത്തിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിനെ നിയമസഭയിലേക്ക് ജയിക്കാൻ കാരണം PC ജോർജ് ഇറക്കിവിട്ട ഈ മതവിദ്വേഷം കൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അദ്ദേഹം ഇങ്ങനെ ഒരു മതവിഭാഗത്തെ ചെറുക്കുവാനായിട്ട് തുടങ്ങിയോ അന്ന് അദ്ദേഹത്തിന് അധപതനമുണ്ടായി. അത് അദ്ദേഹം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. ഇനിയും അദ്ദേഹത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് യാതൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് അത് ഒരു വിഭാഗത്തെ എങ്ങനെ ഇനി തേച്ചൊട്ടിക്കുക എന്ന് പറയുന്ന സംവിധാനമില്ലേ, തേച്ചൊട്ടിക്കുക എന്നുള്ള രീതിയിൽ തന്നെ പുള്ളി ഇറങ്ങിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ PC ജോർജ് സ്ഥാനത്ത് അനന്തപുരി നടത്തിയ പ്രസംഗത്തെ പറ്റി പറയുവാനായിട്ടുള്ളത്, അവിടെ PC ജോർജ് പറഞ്ഞ ഒരു കാര്യം, PC ജോർജ് പറഞ്ഞു ജനസംഖ്യാ വളർച്ചയിലെ അസന്തുലിതത്വം ഇല്ലാതാക്കാൻ ഹൈന്ദവരും ക്രൈസ്തവരും കുറഞ്ഞ 4 കുട്ടികളെങ്കിലും വേണമെന്ന് വെക്കണമെന്ന്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ക്രിസ്ത്യൻ സമുദായത്തെ ആ രീതിയിൽ 4 കുട്ടികളെങ്കിലും ഉണ്ടാക്കുന്ന ഈ PC ജോർജിന്റെ വീട്ടിൽ എത്ര കുട്ടികളുണ്ടെന്ന് ആദ്യം ചോദിച്ചു. ഈ പറയുന്ന രീതിയിൽ
ശ്രീ അതാണ് സാജൻ ഇപ്പോൾ കുന്നത്ത് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം ഒരു കണക്ക് സൂചിപ്പിച്ചിരുന്നു. ഒരു മിനിറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. 1958 ക്രൈസ്തവരുടെ ജനസംഖ്യ 25%. അത് ഇപ്പോൾ ക്രൈസ്തവരുടെ ജനസംഖ്യ 14%. മറു സൈഡിൽ മുസ്ലിം വിഭാഗത്തിന് ജനസംഖ്യ 36%. അതോടൊപ്പം തന്നെ ജനസംഖ്യാ വിദഗ്ധരൊക്കെ പറയുന്നത് ഒരു ഡിക്ലൈനിങ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പാഴ്സി സിൻഡ്രോം ആണ് ക്രൈസ്തവ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ്. 2050 എത്തുമ്പോഴത്തേക്കും ഇവിടുത്തെ ക്രൈസ്തവരുടെ ഒരു ജനസംഖ്യയെ കുറിച്ച് വളരെ ഭീതിതമായ ആശങ്കയാണ് ഇവിടുത്തെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിനൊക്കെ ഉള്ളത്. നമ്മുടെ പാലാ പിതാവും മാർ ജോസഫ് കല്ലറങ്ങാട്ടൊക്കെ ഈ പ്രോലൈഫ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പല ആശങ്കകളും ഒക്കെ ഉന്നയിച്ചത് ഈ ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാണ്ട് പി.സി. ജോർജിന്റെ വ്യക്തിപരമായിട്ടൊരു ആഹ്വാനം മാത്രമല്ല അത്. ആ ഒരു കണക്കുകൾ, ഒരു ആശങ്ക നിറഞ്ഞ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കാര്യം പി.സി. ജോർജ് മാത്രമല്ല ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും ഇക്കാര്യങ്ങളൊക്കെ പല വേദികളിലും ഉന്നയിക്കുന്നുണ്ട്, ഈ പ്രോലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. താങ്കൾ തുടർന്നോളൂ. ഞാൻ പറഞ്ഞു വന്നത് പി.സി. ജോർജ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ഇതിന് ഉത്തരവാദി ആരാണ്? പ്രിയപ്പെട്ട ജസ്റ്റിനെ അല്ലെ പ്രിയപ്പെട്ട ജോർജി, ഇത് നമ്മുടെ സമുദായം തന്നെ, ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ചിന്തിച്ചു. ക്രിസ്ത്യൻ സമുദായം തന്നെ പണ്ടൊക്കെ വീടുകളില് മറ്റൊരു സമുദായത്തിന് ഇപ്പൊ 10 കുട്ടികളുണ്ടായ 15 കുട്ടികളുണ്ടായെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണെന്ന് പറയാതെ അത് അവര് കുട്ടികളെ കൂടുതലുണ്ടാക്കി അവരുടെ മതം വളർത്തുകയാണ് എന്ന് നമ്മൾ പറയും. സാജൻ സാർ, നെറ്റ് കണക്ടിവിറ്റിക്ക് ചെറിയൊരു തടസ്സം നേരിടുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾ പറയുന്നത് വ്യക്തമാകുന്നില്ല. ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, നേരത്തെ അഡ്വക്കേറ്റ് സാജൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ചില ഇടത് വലത് മുന്നണികൾക്ക് അപ്പുറത്തേക്ക് ഒരു BJP അല്ലെങ്കിൽ മറ്റൊരു മുന്നണിയെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്കറിയാം ഈ അടുത്ത ദിവസങ്ങളിൽ വളരെയധികം ചർച്ചയായി ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, അതിലേക്കൊക്കെ ഈ ക്രൈസ്തവ സമുദായം ചിന്തിക്കുന്നത് ഒരു അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണോ? തങ്ങളുടെ അവകാശങ്ങൾ തങ്ങൾ വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നീതി നിഷേധത്തിന്റെയൊക്കെ ഒരു ഫലമായിട്ടല്ലേ ഇത്തരത്തിലൊരു മാറി ചിന്തിക്കുവാൻ ക്രൈസ്തവരെ പ്രേരിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ജോർജി, തീർച്ചയായിട്ടും ആ ഒരു നിലപാട്, ആ ഒരു കാരണമാണ് പ്രധാനമായിട്ടും. എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ സ്വതന്ത്രമായിട്ട് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണമെങ്കിൽ നമുക്ക് സുരക്ഷിതത്വം വേണം. അങ്ങനെ സുരക്ഷിതത്വം നമുക്ക് നൽകാൻ കഴിയുന്ന ഏക വ്യക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. പക്ഷെ ഭൂമിയിലെ സംവിധാനങ്ങളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുമ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ വെച്ചിട്ട് ഒരിക്കലും കോൺഗ്രസിന്റെ VD സതീശൻ ഇന്ന് രാവിലെ നടത്തിയ ഘോരം നടത്തിയ സംഭവമൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അദ്ദേഹം ഈ മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ SDPയുടെ ജമാഅത്തയുടെ ഒക്കെ നേതാവാണോ എന്നൊരു സംശയം തോന്നിപ്പോ. അതുപോലെയാണ് പുള്ളി പറയുന്നത്. ഈ എന്തൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനകൾ, ഇവരൊക്കെ ഒറിജിനൽ ലീഗുകാരാണോ അല്ലെങ്കിൽ SDPക്കാരാണോ? ലീഗല്ല, SDPI ജമാഅത്തയുടെ ഒക്കെ നേതാക്കന്മാരാണോ എന്നൊരു സംശയം നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് അവർ പ്രസ്താവനകൾ നടത്തുന്നത്. അത് അങ്ങനെ അവര് പോലും നടത്തുമ്പോൾ കോൺഗ്രസിനെ ആശ്രയിക്കാൻ വേണ്ടി പറ്റില്ല. CPM DP ജയരാജനെ പോലുള്ളവരൊക്കെ എന്തൊക്കെയെന്ന് പറഞ്ഞിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. അവരുടെ റഹീമും നമ്മുടെ മന്ത്രിയും എല്ലാം കൂടെ കൂടിയിട്ട് ഡിവൈഎഫ്ഐ ഹൈജാക്ക് ചെയ്തു. രണ്ടുപേരും എല്ലാവരും എവിടെ നിന്നുള്ളതെന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പരിധി വരെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ ഇപ്പോൾ ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിനല്ല SDPIക്ക് നല്ല സ്വാധീനമുണ്ട്. കാരണം ഫണ്ട് കൊടുക്കുന്നത്, സർക്കാരിന്റെ ഫണ്ട് നടത്തുന്നതൊക്കെ ഈ ടീമുകൾ, അവരെ കൈയൊഴിയാൻ സർക്കാരിന് പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരു ആശ്രയത്വം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ മുമ്പിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഏതെങ്കിലും പുതിയതായിട്ട് രൂപപ്പെട്ട് വരിക എന്നതിനേക്കാൾ ഉപരി പെട്ടെന്ന് ആശ്രയിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് ജനം ചേക്കേറും. ഒരു കച്ചിത്തുരുമ്പ് എവിടെയോ അവിടെ അതിനെ അസൂയയോടെയോ അതിനെ വെറുപ്പോടെയോ നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. അത് യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യത്തെ തിരുത്തി മുന്നോട്ട് പോകാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. ഈ കേരളത്തിലെ മുഴുവൻ അല്ലേ ആ ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ട സർക്കാർ അതിലെ ന്യൂനമായ തീവ്രവാദ വിഭാഗത്തോടൊപ്പം നിൽക്കുമ്പോൾ ഭൂരിപക്ഷമായ വിഭാഗത്തിന് ആശ്രയിക്കാൻ കിട്ടുന്ന കച്ചിത്തുരുമ്പെ പിടിക്കും. ആ കച്ചിത്തുരുമ്പെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെട്ട് മുന്നോട്ട് വരിക എന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലും അത്ര സുഗമമായ ഒരു കാര്യമല്ല എന്ന് തന്നെയാണ് എന്റെയൊക്കെ ഒരു പുറമേ നിന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഞാൻ രാഷ്ട്രീയക്കാരനല്ല എങ്കിലും എന്റെയൊക്കെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ജനം മടുത്തു കഴിയുമ്പോൾ ജനം ആ സുരക്ഷിതത്വത്തിന് വേണ്ടി അവര് തീർച്ചയായിട്ടും നിലവിലുള്ള ഏതെങ്കിലും സംവിധാനങ്ങളിലേക്ക്, ശക്തന്മാരുടെ കീഴിലേക്ക് അവർ കേരളത്തിൽ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം
കോൺഗ്രസിനെയോ കേരള കോൺഗ്രസിനെയോ CPM-നെയോ LDF-നെയോ ഒന്നും ജനത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ട് ഒരു പുത്തൻ രാഷ്ട്രീയ പാർട്ടി എന്നതിനേക്കാൾ ഉപരി നിലവിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ മുന്നേറ്റങ്ങളോട് ക്രൈസ്തവ ഹൈന്ദവ സമൂഹം അടുക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഒരു കാര്യം കൂടെ ജോർജ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട സാജൻ വക്കീൽ പറഞ്ഞ ഒരു കാര്യം, ജനസംഖ്യ ക്രൈസ്തവ സമൂഹത്തിലെ ജനസംഖ്യ കുറയുന്നതുമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. 100% ഞാൻ അതിനോട് യോജിക്കുന്നു. അതിന് കാരണക്കാര് ക്രൈസ്തവ സമൂഹമാണ്. അതിനകത്ത് ക്രൈസ്തവ സമുദായ നേതാക്കന്മാരില്ല ഒന്ന്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭയുടെ നേതാക്കന്മാർക്കെല്ലാം അതിനകത്ത് പങ്കുണ്ട്. കാരണം അത് ബാലൻസ് ചെയ്ത് ജനസംഖ്യ ഈ സമൂഹത്തിൽ ബാലൻസ് ചെയ്ത് നിർത്തുന്നതില് നമ്മുടെ സമൂഹം പരാജയപ്പെട്ടു. അവർക്ക് അതായത് സ്ഥാപനങ്ങളിലേക്കും മറ്റു പ്രസ്ഥാനങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ പോയി കഴിഞ്ഞപ്പോൾ കുടുംബങ്ങളിലേക്കുള്ള ശ്രദ്ധ കുറഞ്ഞുപോയി. ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കണമെങ്കിൽ, സഭ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇവിടെ വിശ്വാസികൾ വേണം എന്ന ഒരു ചിന്ത വളർത്തിയെടുക്കുന്നതിലും അത് ജനസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിലും നമ്മുടെ സഭ. അഡ്വക്കേറ്റ് ജസ്റ്റ് ഞാൻ തിരിച്ചു വരാം അടുത്ത ഘട്ടത്തിൽ വരാം. അഡ്വക്കേറ്റ് സാജൻ കേൾക്കാമോ? താങ്കൾക്ക് കേൾക്കാമോ? നേരത്തെ നെറ്റിന്റെ ഒരു കണക്ടിവിറ്റി വിഷയം ഉള്ളതുകൊണ്ട് താങ്കൾ പറഞ്ഞത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ക്രൈസ്തവരുടെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു താങ്കൾ സംസാരിച്ചത്. താങ്കൾക്ക് തുടരാം. എനിക്ക് പറയാനുള്ളത്, ജനസംഖ്യയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ക്രൈസ്തവർക്ക് ജനസംഖ്യ ഇല്ലാതെ പോകുന്നതോ ഹിന്ദുവിന് ജനസംഖ്യ ഇല്ലാതെ പോകുന്നതോ മുസ്ലിം സമുദായത്തിന്റെ ജനസംഖ്യ കൂടുന്നതോ ആരുടെ കുറ്റം കൊണ്ടാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുക. മുസ്ലിങ്ങള് അവര് മക്കളെ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുകയും അവരെ വളർത്താൻ ശ്രമിക്കുകയും ആർക്കൊക്കെ വീണ്ടും കൂടുതൽ മക്കൾ ഉണ്ടാകാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്യുന്നത് അത് അവരുടെ മതത്തിന്റെ പരമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, കണക്ഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിൽ, നമ്മുടെ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ സ്ഥിരമായി ഈ ഇസ്ലാമിക തീവ്രവാദികൾ എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. നമുക്കറിയാം, പാലാ പിതാവിന്റെ ആ ഒരു വിഷയത്തിലും അതാണ് നാം കണ്ടത്. മത തീവ്രവാദത്തിനെതിരെ, ഇസ്ലാമിക തീവ്രവാദം ഉയർത്തുന്ന ഭീഷണികൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ ഭയപ്പെടുത്തുക, പിന്നെ അവരെ നിശബ്ദരാക്കുക. ഈ PC ജോർജിന്റെ കേസിൽ ഏറ്റവും ഒടുവിൽ നാം ഇതാണ് കണ്ടത്. ഇങ്ങനെ ഒരു ഭയപ്പെടുത്തി നിശബ്ദരാക്കുക എന്നത് ഇവരുടെ ഒരു തന്ത്രത്തിന്റെ ഭാഗമല്ലേ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിൽ? ജോർജ്, അതായത് PC ജോർജിന്റെ കാര്യത്തിൽ അത് തകർന്നുപോയി, തരിപ്പണമായി പോയി, പരാജയപ്പെട്ടു. അവര് PC ജോർജിനെ അങ്ങോട്ട് ജയിലിലിട്ട് ഒരു 10 ദിവസം അവിടെ ഇട്ടിട്ട് അങ്ങ് വിജയിക്കാം, അങ്ങനെ PC ജോർജിനോട് ചേർന്ന് നിന്ന് ശബ്ദമുയർത്തുന്നവരെ നിശബ്ദരാക്കാം, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ മൊത്തത്തിൽ അങ്ങ് നിശബ്ദരാക്കാം എന്ന് അവർ ചിന്തിച്ചു. അത് തെറ്റിപ്പോയി. അത് പിണറായി വിജയന് ഈ നാളുകളിൽ സംഭവിക്കുന്ന പലതും തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുന്നത് ബോധപൂർവമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയായി പോയി എന്ന് നമുക്ക് ഇന്നത്തെ നടപടികളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഇവിടുന്ന് പൊക്കി ആരവത്തോട് കൊണ്ടുപോകുന്നു, എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഫണ്ട് ചെയ്യുന്നവരോടുള്ള നന്ദി അവർ കാണിച്ചു, നന്ദിയും കൂറും കാണിച്ചുകൊണ്ട് PC ജോർജിനെതിരെ ശക്തമായി നടത്തിയ മൂവ് ഒക്കെ നമുക്കറിയാം. എന്തായാലും ഇത് ഭീഷണിയുടെ തന്ത്രം അവർ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്. അത് കലറങ്ങാട്ട് പിതാവിന്റെ കേസിലും അവർ തന്ത്രപൂർവ്വം ഉപയോഗിച്ചു. എല്ലാ കേസിലും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, തൊടുപുഴയുള്ള മനോജ് എന്ന് പറയപ്പെടുന്ന സാധാരണക്കാരനായ ബസ് കണ്ടക്ടറുടെ കേസിലും അവർ ഉപയോഗിച്ചു ഇതേ സമ്മർദ്ദ തന്ത്രമാണ്. ആ സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ളവരെ നിശബ്ദരാകാം. ഇവര് ഈ പറയുന്ന ഈ വെസ്റ്റ് ഏഷ്യൻ കൺട്രീസ് അല്ലെങ്കിൽ നമ്മുടെ ഗൾഫ് കൺട്രീസിലൊക്കെ നടപ്പിലാക്കിയ ഈ ഭീഷണിയുടെ തന്ത്രം കൊണ്ട് കേരളത്തിലേക്ക് വന്ന് ഇവിടുത്തെ പ്രബുദ്ധരായ ജനത്തെ നിശബ്ദരാക്കാമെന്നൊരു ചിന്തയുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്കൊരു സങ്കടം പറയാനുള്ളത്, പാലാ കലറങ്ങേട്ട് പിതാവിന്റെ എതിരെ ആ പ്രസംഗത്തെ തുടർന്ന് അവിടെ പ്രതിഷേധവും പ്രതികരണവും ധർണയും ഒക്കെ ആയിട്ട് ഈ പറയുന്ന ഈരാറ്റുപേട്ടയിൽ നിന്നും മറ്റു ഇറക്കപ്പെട്ട SDPI പ്രവർത്തകർ ജാഥയായി കൊലവിള നടത്തി പാലാ അങ്ങാടിയോട് നടന്ന് ബിഷപ്പ് ഹൗസിന് മുമ്പിലേക്ക് ചെന്നപ്പോൾ അവരെ നെഞ്ച് വിരിച്ച് തടയാൻ അവിടെ ഉണ്ടായിരുന്ന PC ജോർജ. ഇത് കേൾക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലെ വിശ്വാസ സഹോദരങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഒരു പിതാവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്കറിയാം. ഞാൻ തൊട്ട് പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തപ്പോൾ തൊട്ട് അവിടെയുള്ള ഒരാളാ. നേരം വെളുത്തപ്പോൾ തൊട്ട് അദ്ദേഹം അവിടെയുണ്ട്. എത്രയോ ദിവസങ്ങൾ അദ്ദേഹം ആ ഭാഗത്തുണ്ടായിരുന്നു. ഒരു പോറലേൽപ്പിക്കാതെ വിശ്വാസ സമൂഹത്തോടൊപ്പം, അല്ലെങ്കിൽ അന്ന് പിതാവിനോട് സ്നേഹിക്കുന്നവരോടൊപ്പം മുന്നിൽ നിന്ന് പോരാടാൻ പിതാവ് ആ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രസ്താവന പോലും ഇറക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ഭയത്തിന്റെ അടിമത്തത്തിലേക്ക് പോയി എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു ജോർജി. കാരണം അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ
ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന മനുഷ്യനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം പോലും കൊടുക്കാതെ വലിയ ഏതോ രാഷ്ട്രദ്രോഹി, രാജ്യദ്രോഹ കുറ്റം ചെയ്ത് ഇവിടെ ബോംബ് വെച്ച് 100-500 പേരെ കൊന്നിട്ട് കൊണ്ടുപോകുന്ന ഒരാളെ പോലെ അദ്ദേഹത്തെ പോയിട്ട് ഒന്ന് ശബ്ദിക്കാൻ പോലും പറ്റാതെ, ഒരു പ്രസ്താവന പോലും ഇറക്കാൻ പറ്റാതെ, പരസ്യമായിട്ട് ഒന്ന് പ്രതിരോധിക്കാൻ പോലും പറ്റാതെ നിൽക്കുന്ന നമ്മുടെ നേതാക്കന്മാരെ ഓർത്തിട്ട് ലജ്ജയുണ്ട്, വേദനയുണ്ട്, സങ്കടമുണ്ട്. ഇത് നാളെ ഉണ്ടാവരുത്. നാളെ നമ്മുടെ ഇടയിൽ നിന്ന് ഒരു നേതാവിനോ ഒരു വ്യക്തിക്കോ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. നമ്മൾ കൂടെ ഉണ്ടാവണം, വിശ്വാസികൾ കൂടെ ഉണ്ടാവണം, ക്രൈസ്തവ സമൂഹം കൂടെ ഉണ്ടാവണം. ഇത് ആർക്കും കലാപത്തിനോ അല്ലെങ്കിൽ ഈ നാട്ടിൽ കൊള്ളയും കൊള്ളുവെപ്പും പിടിച്ചുപറിയും നടത്താനോ വേണ്ടിയിട്ടുള്ളതല്ല. നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിക്ക് വേദനിക്കുമ്പോൾ ആ വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മുടെയാ. നമ്മൾ കൂടെ നിൽക്കേണ്ടതാ. അങ്ങനെ കൂടെ നിൽക്കാത്ത ഒരവസ്ഥ നമുക്കുണ്ട്. അതാണ് നമ്മുടെ പരാജയം, അതാണ് അവരുടെ വിജയം. ഒരു കുഞ്ഞു പ്രശ്നം ഉണ്ടായപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി. അത് കുഞ്ഞു പ്രശ്നം അല്ല, വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞത്. ആ വസ്തുത പറഞ്ഞപ്പോൾ തന്നെ അത് വസ്തുതയല്ലാതെ ആക്കിക്കൊണ്ട് നമ്മുടെ പ്രചരണം നടത്തി വിജയിപ്പിക്കുന്നതിൽ വിജയിച്ച ഒരു പറ്റത്തിന്റെ ഭീഷണിയുടെ മുമ്പിൽ നിശബ്ദമായി പോകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. അല്ലാതെ മറ്റൊന്നുമല്ല. വാളുകൊണ്ടോ തോക്കുകൊണ്ടോ കീഴടക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ അവർക്ക് ഈ സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ അവരുടെ ഭീഷണികൾക്ക് വഴങ്ങി ഒരു പറ്റം തീവ്രവാദികളുടെ, ഞാൻ പറയുന്നത് മൊത്ത സമൂഹമല്ല, ഒരു പറ്റം വളരെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ഒരു പറ്റം തീവ്രവാദികളുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി നമ്മൾ നിന്നു കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നാളെ ഈ കേരളത്തിന്റെ ഭാവി ശോഭനമല്ല. ഈ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളുടെയും ഹൈന്ദവ വിശ്വാസികളുടെയും ഭാവി ശോഭനമല്ല എന്നുള്ള കാര്യം 100% വസ്തുതാപരമാണ്. ആ തരത്തിൽ നോക്കുമ്പോൾ ഈ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതിലൂടെ ക്രൈസ്തവ സമൂഹത്തെയും ഹൈന്ദവ സമൂഹത്തെയും ഒന്ന് ഭീഷണിപ്പെടുത്താമെന്നുള്ള അവരുടെ തന്ത്രം ഈ ഒരു നിലപാടിലൂടെ പരാജയപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് അവരെ ഇരുത്തി ചിന്തിപ്പിക്കും. പുത്തൻ ആശയങ്ങളും പുത്തൻ തന്ത്രങ്ങളുമായിട്ട് അവർ വീണ്ടും വരും. കാരണം തന്ത്രങ്ങൾക്ക് കുറവില്ലാത്തവരാണ്. വ്യക്തമാണ്. ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മതം തിരിച്ചുള്ള നീതി നടപ്പാക്കൽ, നീതി നിഷേധം, ഈ ഒരു ആശങ്ക തന്നെയാണ് ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങൾ ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. ഇസ്ലാമിക തീവ്രവാദികളോടും ഒരു വാക്ക്: ഭയപ്പെടുത്തി നിശബ്ദരാക്കാമെന്ന നിങ്ങളുടെ പഴയ തന്ത്രം ഇനി വിലപ്പോവില്ല. കൂടുതൽ ശക്തിയോടെ തന്നെ നിങ്ങളുടെ ഭീഷണികൾക്കെതിരെ, നിങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾക്കെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, അഡ്വക്കേറ്റ് ശ്രീ സാജൻ, രണ്ടുപേർക്കും പ്രത്യേകം നന്ദി.